പുല്ല്. സിമ്പിൾ സ്കിസോഫ്രീനിയ എന്ന രോഗമാണിത്. തിരിച്ചറിയാൻ വളരെ പ്രയാസമുള്ള ഒരു രോഗം. കാര്യമായ ചിന്താക്കുഴപ്പങ്ങൾ, താളം തെറ്റിയ വികാരങ്ങൾ, സ്വഭാവത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇവയൊക്കെ കാണാൻ കഴിയും. മോഹൻ തോമസുമാരുടെ ഉച്ഛിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് വാരി തിന്ന് ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് ചില സമയങ്ങളിൽ യുക്തിപൂർവ്വം സംസാരിക്കും. സാധാരണ മനുഷ്യരെ പോലെ പെരുമാറും. അവരുടെയൊക്കെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലെയുള്ള പരമ ആ പേര് ചേരു. എല്ലാം വെറും അഭിനയം മാത്രമാണോ എന്ന് പോലും തോന്നിപ്പോവും. എനിക്കതൊരിക്കലും ആവാൻ സാധിക്കില്ല. ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. സുരേഷ് ഗോപിക്ക് അമ്പലങ്ങൾ ചുറ്റിക്കറങ്ങുന്നതിലും അതുപോലെ തന്നെ സുരേഷ് ഗോപിന്റെ കൂടെ നടക്കുന്ന പ്രവർത്തകരോട് ദേഷ്യം പിടിക്കുന്നതിലൊക്കെ ഒരു സിനിമ സ്റ്റൈലിൽ നടക്കുന്ന ഒരാളാണ്. സുരേഷ് ഗോപിക്ക് കേരളത്തിലെ ജനങ്ങളോടൊന്നും വലിയ ബാധ്യതയില്ല. കേരളത്തിനെ ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞു പോയി തൃശ്ശൂർക്കാരെ പറ്റിച്ച് വോട്ട് നേടിയ ആളാണ്. കേരളത്തിന്റെ ഒരു മന്ത്രിയായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ ആ ബജറ്റിൽ പോലും നമുക്ക് മനസ്സിലാക്കിയ ഒരു സംഭവം. അപ്പം ഇത് സുരേഷ് ഗോപിനെ ജയിപ്പിച്ച് വിട്ടത് തൃശ്ശൂർകാർക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം വെറും ഒരു ഡമ്മി മാത്രമാണ്. ചെയ്യാൻ പറ്റില്ല. അത് 5 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂർകാരത് തിരുത്തി പറയുന്ന ഒരു അവസ്ഥ എന്തായാലും ഉണ്ടാകും. അദ്ദേഹത്തിന് പൊതുവെ നമുക്കറിയാം കുറെ അമ്പലങ്ങളും മറ്റേ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു ഷോ ഓഫ് കാണിക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിന്റെ ഒരു മന്ത്രി എന്നതിലും സുരേഷ് ഗോപിയെ നമ്മൾ കാണുന്നത്. 5 വർഷം നമുക്ക് കാണാലോ. 5 വർഷം കഴിയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത് എന്നുള്ളത് അവിടെ ജനങ്ങളെ മൊത്തം വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സുരേഷ് ഗോപി തന്നെ എത്തിക്കും. അതിനുള്ള അയാളുടെ ആറ്റിറ്റ്യൂഡും അയാളുടെ ആക്ടിങ്ങും അതാണ് സത്യത്തിലുള്ളത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം MP-മാരെ തെരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെ വളരെ തെറ്റാണ്. ഇത് തൃശ്ശൂരിന്റെ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ മണ്ടത്തരമാണ് പറ്റിയത് സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്തത് എന്നാണ് എന്റെ അഭിപ്രായം. ജയിപ്പിച്ചു വിട്ട് മന്ത്രിയാക്കിയത് തൃശ്ശൂരുകാരാണല്ലോ. അവരാണ് അതിൻ്റെ മറുപടി കൊടുക്കേണ്ടത്. അവർ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പൊ പറയും തൃശ്ശൂർ എന്റേതാണ്, തൃശ്ശൂരും കൊണ്ട് പിടിച്ചെടുക്കുക, എടുത്ത് ജനങ്ങൾ ജയിപ്പിച്ച്. 2 അക്ഷരമാണ് നന്ദി. മന്ത്രി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മന്ത്രിയാണ്, അല്ല BJPന്റെ മന്ത്രി അല്ലല്ലോ, ജനങ്ങളെ മന്ത്രിയല്ലേ. ഇതാണ് നമ്മൾ പഠിച്ച പഠിപ്പ് അങ്ങനെയാണ്. സുരേഷ് ഗോപിനെ പറ്റി നല്ലൊരു അഭിപ്രായം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇല്ല. അങ്ങ് മണിപ്പൂരും UP-യിലും ഒന്നും നോക്കിയിരിക്കരുത്. സ്വന്തം മക്കൾ അത് പ്രജകളാണെങ്കിൽ നോമന്തപുരത്തിലേക്ക് എഴുന്നള്ളട്ടെ പ്രജകളെ. അങ്ങ് മണിപ്പൂരും UP-യിലും ഒന്നും നോക്കിയിരിക്കരുത്. സ്വന്തം മക്കൾ അത് പ്രജകളാണെങ്കിൽ ദൈവമേ, ഏതൊരാളുടെ പ്രേതം അവന്റെ ദേഹത്ത് കൂടിയത്. അങ്ങ് മണിപ്പൂരും UP-യിലും ഒന്നും നോക്കിയിരിക്കരുത്. അതൊക്കെ നോക്കാൻ അവിടെ ആണുങ്ങളുണ്ട്. വീണ്ടും കത്തുകയാണ്. തലസ്ഥാനമായ ഇംഫാലിലും കുക്കി മേഖലകളിലും വൻ സംഘർഷം. തൗബലിൽ ജില്ലാ കളക്ടറുടെ ഓഫീസിലെ ദേശീയ പതാക അഴിച്ചുമാറ്റി മെയ്തൈ പതാക ഉയർത്തി കുക്കി വിഭാഗക്കാരനായി വിമുക്ത ഭടൻ കൊല്ലപ്പെട്ടു. അതൊക്കെ നോക്കാൻ അവിടെ ആണുങ്ങളുണ്ട്. അവർ നോക്കിക്കോളും. മണിപ്പൂരിലെ കള്ളത്തരം മുഴുവൻ പുറത്തു വരും. ഗവർണർ ലക്ഷ്മൺ ആചാര്യ മണിപ്പൂർ വിട്ടതായി റിപ്പോർട്ടുകൾ. സംഘർഷ സാഹചര്യം തുടരുകയും രാജ്ഭവന് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തതിനിടെയാണ് നീക്കം. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് പോലീസ് പറയുമ്പോഴും മണിപ്പൂർ സംഘർഷഭരിതമാണ്. രാജ്ഭവന് നേരെയടക്കം സംഘർഷമുണ്ടായതിന് പിന്നാലെയാണ് അസമിന്റെ കൂടി ഗവർണറായ ലക്ഷ്മൺ ആചാര്യ ഇംഫാലിൽ നിന്ന് ഗുവാഹത്തിയിലേക്ക് മാറിയത്. പിന്നെ സ്വന്തം ജീവനിൽ SP-ക്കായാലും പേടി കാണില്ലേ? ഇംഫാലിലും മെയ്തേ ആധിപത്യമുള്ള താഴ്വരയിലും പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളുമായി ഗവർണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. അതൊക്കെ നോക്കാൻ അവിടെ ആണുങ്ങളുണ്ട്. അവന് ഭ്രാന്തൊന്നുമല്ല, നല്ല ഇടി കൊള്ളത്തിന് സോക്കേടാ. അതിനെതിരെയൊക്കെ മുന്നോട്ട് വന്ന ആൾക്കാർ നാണിച്ച് തലകുനിക്കുന്നത് നമുക്ക് കേരള മണ്ണിൽ കാണാൻ സാധിക്കും. ഇംഫാലിൽ ജനക്കൂട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്ലെക്സ് ബോർഡ് അടിച്ചു തകർത്തു. അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി. നാഭിക്ക് മുട്ടുകാല് കൊണ്ട് ഇടിച്ചിട്ടുണ്ടല്ല,
ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ. അങ്ങ് മണിപ്പൂരും UP-യിലും ഒന്നും നോക്കിയിരിക്കരുത്. അതൊക്കെ നോക്കാൻ അവിടെ ആണുങ്ങളുണ്ട്. അത് അവർ നോക്കിക്കോളും. പട്ടി കുരച്ചാൽ പടി തുറക്കാൻ ഇഷ്ടമല്ലിന്നൂമി കേരളത്തിൽ. കഴിവതും കുട്ടികളുടെ കാഴ്ചകളിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ മറച്ചു പിടിക്കുക. ഗർഭിണിയായാൽ ഉമ്മ കല്യാണത്തിന് പോവില്ല. അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾ പോലും മരിച്ചാൽ ആ ചടങ്ങിൽ പങ്കെടുക്കില്ല. ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? ആ ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? ഇവിടെ കറവ പറ്റിയ പശുക്കളെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ ക്ഷീര കർഷകരോട്. എൻ്റെ അമ്മയാണ് എനിക്ക് പാല് തന്ന് വളർത്തിയത്. ഞാൻ വളർന്നു വെച്ചാൽ എൻ്റെ അമ്മയുടെ കറവ പറ്റി, എൻ്റെ അമ്മയുടെ ശേഷി പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മ എന്താ ചെയ്യേണ്ടത്?